ബിസിനസ് ചെയ്യുന്ന ആളുകളെ എണ്ണമാണ് നമ്മൾ കണക്കുന്ന കൂട്ടിയിട്ട് നമ്മുടെ ടീമിൽ 10 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, 20 പേര് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിൽ മാറി ഇന്ന് നമുക്ക് 20 ടീം വർക്ക് ചെയ്യുന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ. വളരെ വലിയൊരു മാറ്റമാണ്. കാരണം വ്യക്തികളിൽ നിന്ന് ടീമിലേക്ക് മാറിയ ഒരു കാലത്തിലാണ് നമ്മൾ ഈ ഒരു ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മുഴുനീളം പല സ്ഥലങ്ങളായിട്ട് ഫിസിക്കൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഓൾ ഓവർ ഇന്ത്യയിലും നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ ആഡ് ചെയ്ത ഒരു മാസമായിരുന്നു കഴിഞ്ഞ മാസം. കഴിഞ്ഞ മാസം നിരവധി ടീം മെമ്പേഴ്സ് നമ്മളെ പാർട്ട്നേഴ്സ് പല സംസ്ഥാനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്തു, അല്ലെങ്കിൽ അവരെ പാർട്ട്ണറാക്കുന്ന ഒരു പ്രോഗ്രാം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ മാസം നടന്നു. നമുക്ക് അഭിമാനിക്കാം. കാരണം നമ്മളെ ബിസിനസ് മറ്റ് സംസ്ഥാനത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നത് വളരെ സ്പീഡായിട്ടുണ്ട്. നമുക്കറിയാം കണ്ണൂർ ടീമിലെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ടീം, അതായത് നമ്മളെ മനീഷ് സാറിന്റെ ടീമിലുള്ള ഒരു ഗ്രേറ്റ് ലീഡർ സ്പോൺസർ ചെയ്തിരിക്കുന്ന കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പേ മുംബൈയിൽ വൺ മിസ്റ്റർ മോഹനൻ സാർ. അദ്ദേഹം അവിടെ ഒരു ബിസിനസ്സുകാരനാണ്. ഭാഗ്യവശാൽ കഴിഞ്ഞ ബോംബെ ട്രിപ്പിൽ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പത്തെ ട്രിപ്പിൽ ഞാൻ ബോംബെയിൽ അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹമായിട്ട് കുറെ സമയം സംസാരിക്കാനും അദ്ദേഹത്തിനെ കുറിച്ച് ഒരു നല്ലൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വളരെ ഒരു വലിയ വെൽക്കം ഞാൻ ചെയ്യുന്നു. കാരണം നമുക്ക് ബോംബെയിൽ വലിയൊരു ടീം, ഇത് നിലവിൽ നമുക്ക് ടീമുണ്ട്, പക്ഷെ കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് ലോങ് ടേമിൽ ഡിസിഷൻ എടുത്ത ആളുകൾ നമുക്ക് അവിടെ കുറവാണ്. കാരണം പല എൻഗേജ്മെന്റ് ആകും. പക്ഷെ മോഹനൻ സാർ ചെയ്യാൻ തീരുമാനിച്ച ഒരു വ്യക്തിയാണ്. തീർച്ചയായും അദ്ദേഹത്തിന് വളരെ സന്തോഷം. അദ്ദേഹം ഈ മീറ്റിംഗിലേക്ക് പ്രത്യേകിച്ച് വെൽക്കം ചെയ്യുന്നു സാർ. അങ്ങനെ കഴിഞ്ഞ മാസം നമുക്ക് ടീം വർക്കിൽ ഒരുപാട് മാഡം, അതായത് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലാണ്. കാരണം കഴിഞ്ഞ മാസം നമുക്ക് ടീമായിട്ട് എന്ന് പറയാം, വ്യക്തിയായിട്ട് പറയുന്നില്ല, ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് നമുക്ക് വലിയ കോൺട്രിബ്യൂഷൻ ചെയ്ത പുഷ്പ മാഡം കണ്ണൂര്, അവരും അവരുടെ ടീമും നല്ലൊരു കോൺട്രിബ്യൂഷനാണ് നമ്മുടെ ടീമിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളെ കണ്ണൂരുള്ള ശ്യാമള മാഡം ആൻഡ് സുരേഷ് സാറ് വലിയൊരു മാറ്റമാണ് അവരുടെ ടീമിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം അവരുടെ ഫാമിലിയിൽ തന്നെ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തൊരു മാസമായിരുന്നു കഴിഞ്ഞ മാസം. അവരുടെ ഫാമിലിയിൽ മാത്രം തന്നെ 3ഓളം സീലിംഗ് അച്ചീവേഴ്സിനെ അവർ ക്രിയേറ്റ് ചെയ്തു. വളരെ സൂപ്പറായിട്ട് പ്രകടനം. അതേപോലെ തളിപ്പറമ്പിൽ ഉഷ മാഡം ആൻഡ് ടീം വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് മനീഷ് സാറ്, ഷാജി സാറിന്റെ, ആനന്ദ ബോസ് സാറിന്റെ ടീം, അതുപോലെ സുധീർ സാറ് കഴിഞ്ഞ മാസം ഒരു NRI, അതായത് NRI എന്ന് പറഞ്ഞുകൂടാ, ഒരു ശരിക്കും പറഞ്ഞാൽ EIയിലെ ഒരു കമ്മിറ്റിയുടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിനെ സ്പോൺസർ ചെയ്യുകയും അദ്ദേഹം ഇതിൽ 3 ഐഡിയകളെടുത്ത് ബിസിനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നു. സുധീർ സാറിന്റെ വടകര രാജീവൻ സാറും അതുപോലെ വടകര നമ്മുടെ രമേശ് സാറും അവരും ടീം ആയതുകൊണ്ട് തന്നെ വടകരയിൽ വലിയൊരു ടീം വർക്ക് നടക്കുന്നു. സന്തോഷ് സാർ, ഷിബു സാർ ഇതുവേദിയുള്ള കാലിക്കറ്റ് രാജീവൻ സാറ്, അതുപോലെ സുനിൽ സാറിന്റെ ഒരു ടീം, വലിയൊരു ടീം. പിന്നെ നമ്മൾ അതുപോലെ പാലക്കാടിലെ അനിൽകുമാർ സാറ്, അതുപോലെ അനിൽദാസ് സാറും മുരുകദാസ് സാറിന്റെ ടീം. പാലക്കാടൊക്കെ കഴിഞ്ഞ മാസം പുതിയ ഒരുപാട് ആളുകൾ റിക്രൂട്ട് ചെയ്തു. തമിഴ്നാട്ടിലും അതുപോലെ പാലക്കാടിൽ പഴയ പല പേൾവെയിൻ മെമ്പേഴ്സ് നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കാരണം ഒരു ഘട്ടം കഴിയുമ്പോൾ പേൾവെയിനിൽ വന്ന് അനുഭവങ്ങൾ കഴിഞ്ഞതൊരു നല്ല കമ്പനിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പല ആളുകളുടെ ബന്ധം വെച്ചോ അല്ലെങ്കിൽ വേറൊരു ഓഫർ കിട്ടിയിട്ട് പോയ പല ആളുകൾ തിരിച്ചു വരുന്ന ഒരു കാലം ഉണ്ടാവും എന്ന് നമ്മൾ കഴിഞ്ഞ 5.5 വർഷം 6 വർഷമായിട്ട് നമ്മുടെ ടീമിലെ ലീഡേഴ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ അത് സംഭവിച്ചൊരു മാസമാണ്. കാരണം നിരവധി ആളുകൾ പഴയ പേൾവെയിനിൽ പല ടീമിലായിട്ട് വർക്ക് ചെയ്ത പല ആളുകളും അവരെ അപ്ലൈൻ ബിസിനസ് ചെയ്യാതിരിക്കുന്നതുകൊണ്ടോ ഒരു കൃത്യമായ ഗൈഡ് ലൈൻസ് കിട്ടാത്തതുകൊണ്ടോ നമ്മുടെ ലീഡേഴ്സിനെ സമീപിച്ച് അവരുടെ താഴെ ഐഡിയ അടിച്ചൊരു മാസം കൂടിയായിരുന്നു കഴിഞ്ഞ മാസം. അതൊക്കെ കൊണ്ടും നമുക്ക് അതുപോലെ ജയലക്ഷ്മി മാഡം ട്രിവാൻഡ്രത്ത് വലിയൊരു ഗ്രൂപ്പിൽ നയിക്കുന്ന മാഡത്തിന്റെ ടീമിൽ വലിയ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഏർലി ബേർഡ് ഓഫർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയാം കഴിഞ്ഞ 2 ആഴ്ചയിൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഏർലി ബേർഡ് അച്ചീവേഴ്സിനെയും അതുപോലെ സീലിംഗ് അച്ചീവേഴ്സിനെയും കണ്ടൊരു മാസമാണ്. അപ്പൊ പിന്നെ നമ്മുടെ സിസ്റ്റത്തിന് സംഭവിച്ചോ, നമുക്ക് ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടറിയാം. ഇന്ന് ട്രസ്റ്റ് വാലറ്റിന്റെ അപ്ഡേഷൻ നടക്കുന്നു, പക്ഷെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ നിരവധി ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. ഭാഗ്യവശാൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച ട്രസ്റ്റ് വാലറ്റ് നമുക്ക് ആപ്പിൾ ഐഫോണിൽ ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി കമ്പനി തുറന്നു തന്നിരിക്കുന്നു. നമ്മൾ പണ്ട് പേൾവെയിനിലും അല്ലെങ്കിൽ PVC മറ്റോ വന്ന കാലത്ത് ആളുകൾ പറഞ്ഞൊരു കംപ്ലൈന്റ് ആണ്, സാറേ നമുക്ക് ഐഫോണിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെ സിസ്റ്റം, നിങ്ങളെ കമ്പനി അത്രയും സെക്യൂർ അല്ലാത്ത സിസ്റ്റം ആണെന്ന് എന്നോട് പറഞ്ഞ ആളുകൾ വരെയുണ്ട്. വിദേശത്ത് പല ആൾ വിളിക്കും, സാർ ഞങ്ങൾ ആപ്പിൾ ഐഫോൺ ഉപയോഗിക്കുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്കൊരു സംശയം, കാരണം അത്രയും വലിയ കമ്പനി അല്ലല്ലോ, അതുകൊണ്ടാണ് ആപ്പിൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ലോകത്തിലെ
ഏറ്റവും പുതിയ ജനറേഷനിൽ വന്ന 2021 ശേഷം വന്നിരിക്കുന്ന എല്ലാ മൊബൈലിലും നമുക്ക് ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സംഭവം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മെറ്റാമാസ്ക് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ മറ്റൊരു വാലറ്റും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് മറ്റാരും നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം മറ്റുള്ള വാലറ്റുകൾ ഓപ്പൺ ചെയ്താൽ നാളെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ഷെയർ ചെയ്യുന്ന, നമ്മൾ മറ്റുള്ള ഒരു എക്സ്ചേഞ്ചിൽ പോയി അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആക്കുന്ന ഒരു വാലറ്റിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ട്രസ്റ്റ് വാലറ്റിന്റെ പ്രൈസ് ആണ്, അല്ലാണ്ട് പുതിയ ഒരു വാലറ്റിന്റെ പ്രൈസ് അല്ല. അവർക്കൊരു സീക്രട്ട് കോഡ് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. നമ്മുടെ ട്രസ്റ്റ് വാലറ്റിന്റെ കോഡ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നാളെ അവർക്ക് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം, ആ കമ്പനിക്ക് വേറെ രീതിയിൽ അത് മിസ്യൂസ് ചെയ്യാം. അതുകൊണ്ട് കുറച്ച് വൈകിയാലും നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ വേറെ ഒരു വാലറ്റിനെ നമ്മൾ ആശ്രയിക്കേണ്ട. ഒന്നുകിൽ ആപ്പിൾ വഴി നമ്മൾക്ക് ഓപ്പൺ ചെയ്യാം, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇല്ല അർജന്റ് ആണ് നമുക്കെങ്കിൽ, നമുക്ക് അപ്ഡേഷൻ വരെ കാത്തിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെറ്റാമാസ്ക് വാലറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വലിയ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് കഴിഞ്ഞ മാസം. പിന്നെ നമുക്ക് ഇന്ന് നമ്മളെ ഗ്രൂപ്പിനകത്ത് കുറെ ദിവസങ്ങളായി നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പ്രധാന വാർത്ത? NFT ടോക്കണെ കുറിച്ച് നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. കേരളത്തിൽ ഇന്ന് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നതാണ്. കാരണം ഇന്ത്യൻ റെയിൽവേ ബ്ലോക്ക് ചെയിനിലേക്ക് കടന്നിരിക്കുന്നു. NFT ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കുന്നു. കുംഭമേള എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു ഗാദറിംഗ്, ആളുകൾ കൂടുന്ന ഒരു ഗാദറിംഗ്, 40 കോടി ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഗാദറിംഗിൽ ഇന്ത്യൻ റെയിൽവേ അതിന്റെ ടിക്കറ്റ് ബന്ധപ്പെട്ട് പോളിഗൺ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ടോക്കണെ സെലക്ട് ചെയ്തിരിക്കുന്നു. വലിയ വാർത്തയാണ്. അപ്പൊ അതിലേക്ക് ഞങ്ങൾക്കൊന്ന് പോകാം. ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് കാണിച്ചു, നിങ്ങളെല്ലാം കണ്ടതാണ്. എന്നാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്തത് ഒന്നും കൂടി നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം. ഒരു മിനിറ്റ് ഒരു വെയിറ്റ് ചെയ്യണം പ്ലീസ്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ സാറേ? കാണാം സാറേ. ഓക്കെ. നമുക്ക് തുടക്കം മുതൽ തുടങ്ങാം. ഇത് ഇന്നത്തെ സ്ക്രീനാണ്. ഒന്ന് മൈക്ക് ഓഫ് ചെയ്തോ സാറേ. ഓക്കെ. അതായത് ഇന്ന് കോയിൻചക്കോലി ഞാൻ കുറച്ച് മുമ്പ് എടുത്താണ് ഈ സ്ക്രീനാണ്. മാർക്കറ്റ് ക്യാപ്പ് എടുത്താണ്. ഇന്ന് നല്ല മാർക്കറ്റ് കയറിയിട്ടുണ്ട്. 19 ലക്ഷം കോടിയുടെ ഓടി 24 മണിക്കൂറിനകത്ത് നടന്നിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ച ഒരു കോയിനാണ് സൊലാന എന്ന് പറയുന്ന SOL. ഞാൻ ആ പേജിൽ കാണിക്കാൻ കാരണം മാർക്കറ്റിലുണ്ടായ ഉണർവ് കണ്ടോ നിങ്ങൾ? സൊലാന നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ചില്ല, അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചത്തെ മീറ്റിംഗിൽ നമ്മൾ തുറന്ന് കാണിച്ചു സൊലാനയുടെ റേറ്റ് 5ാം സ്ഥാനത്തുണ്ടായ സൊലാന റേറ്റ് അന്ന് 18,000 സംതിങ് ആയിരുന്നു. ഇന്ന് 20,867 കുതിച്ചു. എന്ന് വെച്ചാൽ 18,000 രൂപ മുടക്കി അന്ന് സൊലാന വാങ്ങിച്ച ആൾ 2 ആഴ്ച മുന്നേ ഇന്ന് വിറ്റാൽ അദ്ദേഹത്തിന് 20,000 രൂപ കിട്ടും. 20,000 മുകളിൽ കിട്ടുന്നത് 2,000 രൂപ പ്രോഫിറ്റ് വെറും 14 ദിവസം കൊണ്ട്. അങ്ങനെ വിപണി മുമ്പോട്ട് പോയിരിക്കുന്നത്. ഞാൻ അടുത്ത പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോളിഗൺ എന്ന് പറയുന്ന ഒരു കോയിനെ കുറിച്ചിട്ടാണ്. പോളിഗൺ ഷോർട്ട് ഫോം POL. ഞാൻ പച്ച കളറുള്ള മാർക്ക് ചെയ്തിട്ടുണ്ട്. 39ാമത്തെ കോയിനായിട്ടുള്ള പോളിഗൺ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ടോക്കണാണ് ഇന്ത്യൻ റെയിൽവേ കുംഭമേളയുടെ ടിക്കറ്റിന്റെ NFT ടോക്കണായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് എന്താണ് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്? പോളിഗൺ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിനെ ഇന്ത്യൻ റെയിൽവേ അംഗീകരിച്ചു എന്ന് വേണം പറയണോ, അല്ല അംഗീകരിച്ചിട്ടില്ല എന്ന് പറയണോ? നമ്മളടുത്ത് പല ആളും ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി അംഗീകരിക്കുന്നുണ്ടോ? ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യൻ റെയിൽവേ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ $42.16 ഇന്ത്യൻ മണി ഇന്നത്തെ റേറ്റ് ആണ് പോളിഗണിന്റെ. ഇതാണ് വാർത്ത. പോളിഗൺ പവേർഡ് NFT ട്രെയിൻ ടിക്കറ്റ്സ് ടു ട്രാൻസ്ഫോം മഹാകുംഭമേള ട്രാവൽ എക്സ്പീരിയൻസ്. ഇതാണ് ഒരു വാർത്ത. ഇങ്ങനെ നിരവധി കട്ടിങ് ഉണ്ട്. ഇന്ത്യൻ റെയിൽവേ ടു യൂസ് NFT ടിക്കറ്റ്സ് ഓൺ പോളിഗൺ ഫോർ മഹാകുംഭമേള ഫെസ്റ്റിവൽ. ഇങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്. IRCTC ടു ഇഷ്യൂ ഹോളി സ്പെഷ്യൽ NFT ടിക്കറ്റ് ഫോർ ഡൽഹി ലക്നൗ തേജസ് ട്രെയിൻ വാർഡ്. അതായത് ഈ ഹോളിക്ക് ഇവരൊരു പൈലറ്റ് റൺ നടത്തിയിരുന്നു. ഹോളിക്ക് ടിക്കറ്റ് വിറ്റിരുന്നു. അതാണ് അത്ര വലിയ പ്രാധാന്യം കൂടി വലിയ ന്യൂസ് ആയിരുന്നില്ല. മാർച്ച് 14, 2024
ഒരു ട്രയൽ എന്ന രീതിയിൽ IRCTC ഹോളി സ്പെഷ്യൽ ലക്നോ രാജസ്ഥാനിൽ കൊടുത്തിരുന്നു. അത് ഫസ്റ്റ് കൊടുത്താണ്. അത് കഴിഞ്ഞാണ് പുതിയ കുംഭമേള ടിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അവിടെ പേജിലേക്ക് ഞാൻ പോകുന്നു. ഇന്ത്യ ഒന്ന് ടച്ച് ചെയ്ത് നമ്മുടെ സ്ക്രീനിൽ ഒന്നും കൂടി ടച്ച് ചെയ്താൽ നമുക്ക് ഇതൊന്ന് ലാർജായിട്ട് കാണാൻ പറ്റും. ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന് ടച്ച് ചെയ്താൽ മതി സ്ക്രീനിൽ. അപ്പൊ കുറച്ചും കൂടെ വലുതായിട്ട് കാണാൻ പറ്റും. ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ലാർജസ്റ്റ് റെയിൽവേ നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്ക് ആരാന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ആണ്, 2 ചൈനയുടെ ആണ്, 3 റഷ്യന്റെ ആണ്, 4ാമത് ഇന്ത്യ ആണ്. 68,525 കിലോമീറ്റർ ഓടിക്കുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ റെയിൽവേ. ആ ഇന്ത്യയിലുള്ള ഇന്ത്യൻ റെയിൽവേ പോളിഗൺ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയെ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി അംഗീകരിക്കുന്നുണ്ടോ? അതിന്റെ മുകളിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമോ? നാളെ ഒരാളോട് ഇത് ക്രിപ്റ്റോ കറൻസി ബിസിനസ് ചെയ്യുന്നത് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റുമോ? അല്ല നമ്മൾ ഭയന്നിട്ട് പറയണോ? അടുത്ത പേജിലേക്ക് ഞാൻ പോകുന്നു. അടുത്ത നോക്കിക്കോ. ഇന്ത്യയിലെ ടോപ്പ് എംപ്ലോയർ കമ്പനി ഇൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന പ്രസ്ഥാനങ്ങൾ. ലാർജസ്റ്റ് എംപ്ലോയേഴ്സ് ഇൻ ഇന്ത്യ വിക്കിപീഡിയ പറയുന്നതാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ആംഡ് ഫോഴ്സ് ആണ്. 2ാമത്താണ് ഇന്ത്യൻ റെയിൽവേ. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ന് നമ്മളെ ക്രിപ്റ്റോ കറൻസിനെ അവരുടെ ടിക്കറ്റിന്റെ കാര്യത്തിന് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചത് ഒരു പ്രൂഫിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന, ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാത്ത ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ സ്ക്രീൻ എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ഏറ്റവും കൂടുതൽ 2ാമത് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം അവര് അംഗീകരിച്ചത്. 2ാമത്തെ വലിയ വാർത്തയാണ് ഇന്ത്യൻ ബില്യണയർ മുകേഷ് അംബാനീസ് ജിയോ ലോഞ്ചസ് മിസ്റ്ററി ജിയോ കോയിൻ ഓൺ പോളിഗൺ. ഈ പോളിഗൺ എന്ന് പറയുന്ന 39ാമത്തെ കോയിനില് ലോകത്തിലെ ഏറ്റവും വലിയ ബില്യണർ, ഇന്ത്യയിലെ ബില്യണർ 22ാം സ്ഥാനത്ത് ലോകത്തിരിക്കുന്ന ഇന്ത്യൻ ബില്യണർ മുകേഷ് അംബാനി ഇവിടെ കമ്പനിയായി ജിയോ പോളിഗനെ സെലക്ട് ചെയ്തിരിക്കുന്നു. അടുത്ത പേജിലേക്ക് ഞാൻ പോകുന്നു. ഒരു സെക്കൻഡ്. ഇന്ത്യൻ ടെലികോം ജയന്റ് ജിയോ ജോയിൻ ഹാൻഡ് വിത്ത് പോളിഗൺ ടു ബ്രിങ് Web3 ടു ഓവർ 450 മില്യൺ യൂസേഴ്സ്. Web3യിലൂടെ 450 മില്യൺ ആളുകൾക്ക് ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നതിനായിട്ട് പോളിഗണിന്റെ സാങ്കേതിക വിദ്യ ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്നു. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള ഒരു ഗവൺമെന്റ് സെക്ടറിലെ ഒരു സ്ഥാപനവും പ്രൈവറ്റ് സെക്ടറായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നും ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആയിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസും പോളിഗന് ടൈപ്പ് ആയിരിക്കുന്നു. ഇന്ത്യൻ ടെലികോം ജയന്റ് ജിയോ പ്ലാറ്റ്ഫോം ഓൺഡ് ബൈ ബില്യൺ മുകേഷ് ലോഞ്ച് ബേസ്ഡ് ടോക്കൺ റിവാർഡ് ബേസ്ഡ് ടോക്കൺ ജിയോ കോയിൻ ഓൺ ദ പോളിഗൺ നെറ്റ്വർക്ക്. ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ചാണ് ഞാൻ ചെറിയ സ്ക്രീൻഷോട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അടുത്തത് അനൗൺസിംഗ് മോണിറ്ററി സ്പോൺസർഷിപ്പ് ഫോർ ഓൾ കമ്മ്യൂണിറ്റി ഹാക്കത്തോൺസ് ഓൺ ഡിഫോളിയോ ബൈ പോളിഗൺ. അതായത് ഇന്ത്യയിലെയും ലോകത്തിലെയും എല്ലാ ഹാക്ക് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ഹാക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അവർ സ്പോൺസർഷിപ്പ് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഹാക്ക് ചെയ്യൂ എന്ന് പറഞ്ഞ സ്പോൺസർഷിപ്പ് കൊടുത്തിരിക്കുന്നു. വലിയ വാർത്തയാണ്. അത് ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അറിയാം. കാരണം അവരുടെ ജെന്യൂനിറ്റി അവർക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തൊരു പേജിലേക്ക് പോകുന്നു. പോളിഗൺ പവേഴ്സ് ലൂയിസ് യൂണിവേഴ്സിറ്റീസ് അക്കാഡമിക് ക്രെഡൻഷ്യൽ ഡിപ്ലോമ ആസ് NFTs. യൂണിവേഴ്സിറ്റികളിൽ NFT ആയിട്ട് ഡിപ്ലോമ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോളിഗന്റെ സാങ്കേതിക വിദ്യയും ക്രിപ്റ്റോ ടോക്കണും ഉപയോഗിക്കപ്പെടുന്നു. അടുത്തത് ഒരു സെക്കൻഡ്. അടുത്തത് പോളിഗൺ ടീംസ് അപ്പ് വിത്ത് സ്കോഡ ഓട്ടോ ഇന്ത്യ ഡിജിറ്റൽ കസ്റ്റമർ എൻഗേജ്മെന്റ്. സ്കോഡ ഓട്ടോ ടു ലോഞ്ചസ് ദ സ്കോഡ Gearhead community offering exclusive benefits to car enthusiasts. അതായത് കാറ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോലും ഇനി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പോകുന്ന ആരാണ്? പോളിഗൺ എന്ന് പറയുന്ന കമ്പനിയുടെ ബ്ലോക്ക് ചെയിൻ ആര് ഉപയോഗിക്കാൻ പോകുന്നു? സ്കോഡ ഇന്ത്യ. സ്കോഡ എന്ന് പറയുന്നത് അറിയാലോ, ഫോക്സ് വാഗന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളാണ് ഫോക്സ് വാഗൻ. ലോകത്തിലെ നമ്പർ 1 ആണ് ഫോക്സ് വാഗൻ. അവരുടേതാണ് സ്കോഡയും. അവരാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അടുത്തത് നമുക്ക്
ഇതൊക്കെ ചെയ്യുന്ന ഇതിനുള്ള പോളിഗൺ ഇന്ത്യയിൽ നൽകുന്ന ആ പ്രമുഖനായിട്ടുള്ള വ്യക്തി നമുക്ക് ആരാന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ പേര് സന്ദീപ് നെയ്ൽവാൾ ഈസ് വൺ ഓഫ് ദി ഫൗണ്ടേഴ്സ് ഓഫ് പോളിഗൺ നെറ്റ്വർക്ക് ആൻഡ് കറന്റ്ലി സർവ് ആസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഓഫ് പോളിഗൺ ലാബ്സ്. ഇദ്ദേഹമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഈ പ്രോഗ്രാമിന്റെ ഹെഡായിട്ട് ഇനി ഇന്ത്യയിൽ ഇരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് തവണ ഇവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ, RBIന്റെ അത് പിന്നെ ചെയർമാൻ, അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി, നിരവധി ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ട ബാങ്കുകൾ, 5ഓളം ബാങ്കുകൾ ഇവരൊക്കെ ആയിട്ട് ടൈപ്പ് പറയുകയായിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയൊരു പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ പോളിഗൺ. പക്ഷെ ഇന്ത്യയിൽ നമ്മൾ പോളിഗൺ എന്ന് പറയുമ്പോൾ ആളുകൾ പറയുന്നത് ഇത് ഇന്ത്യൻ കമ്പനിയാണ്. സുഹൃത്തുക്കളെ, ഇത് ഇന്ത്യൻ കമ്പനിയാണ്, 100% ഇന്ത്യൻ കമ്പനി. പക്ഷെ അവരെ ബാക്കപ്പ് ചെയ്യുന്നത് CK ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. സീറോ നോളജ് ടെക്നോളജീസ് എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. സെഡ് ക്യാഷ് എന്ന് പറഞ്ഞ കമ്പനി അവരതാണ്. അതുപോലെ പോൾക്കാഡോട്ട് ഇവരായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. ഫയൽ കോയിൻ FIL എന്ന് പറഞ്ഞൊരു കോയിൻ ഇവരായിട്ട് ടൈപ്പിലാണ്. സ്റ്റാർക്ക് വെയർ എന്ന് പറഞ്ഞൊരു കമ്പനി ഇവരൊക്കെ ആയിട്ട്, ഇങ്ങനെ നിരവധി കമ്പനികൾ ഇവരെ ടൈപ്പ് ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകുന്ന പോലെയാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ കമ്പനിയുടെ ബാക്ക് ചെയ്യുന്നത് സീറോ നോളജ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അതിന്റെ ഫൗണ്ടേഴ്സും അതിന്റെ എന്താ പറയണ്ടേ, അതിന്റെ എല്ലാ ഇൻവെന്ററും മറ്റു കാര്യങ്ങളെല്ലാം വിദേശികളാണ്.